ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. രേവതിയുടെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും അവൾ ആ വീട്ടിലെ ഒരു വേലക്കാരിയേക്കാളും കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോരുത്തർ ഓരോ ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ ആ ഭക്ഷണമൊക്കെ തന്നെ അവൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അവൾക്കുള്ളത്. രാവിലെ ഒരാൾ ഇഡ്ഡലി ആണെങ്കിൽ മറ്റൊരാൾ ദോശ, മറ്റൊരാൾ ഉപ്പുമാവ്, അങ്ങനെ ഓരോരുത്തർക്ക് ആവശ്യപ്പെടുന്ന ഭക്ഷണം ഒരു ഹോട്ടലിനേക്കാളും കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് രേവതിയുടെ അവിടുത്തെ ജീവിതം. അതുപോലെ തന്നെ ഉച്ചയ്ക്കാണെങ്കിലും ഒരാൾക്ക് ചിക്കൻ കറി ആണെങ്കിൽ ഒരാൾക്ക് ചിക്കൻ റോസ്റ്റ്, അങ്ങനെ പല പല ഡിഷസാണ് അവർ ആവശ്യപ്പെടുന്നത്. അതൊക്കെ തന്നെ രേവതി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ചന്ദ്ര അതിന് വഴക്ക് പറയുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ തന്നെ സച്ചി മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ ഭാര്യ ഇവിടെ ശരിക്കും ഒരു വേലക്കാരിക്ക് തുല്യമായിക്കൊണ്ടിരിക്കണം. അവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനെ എല്ലാവർക്കും നീ ഒന്നും ചെയ്തു കൊടുക്കണ്ട, നീ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അത് വേണമെങ്കിൽ അവർ വന്ന് കഴിച്ചോട്ടെ, ഇല്ലെങ്കിൽ അവർ ഉണ്ടാക്കി കഴിച്ചോട്ടെ എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും രേവതി അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് വർഷയൊക്കെ വരുന്നുണ്ടല്ലോ. വർഷയൊക്കെ കല്യാണം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ വർഷയ്ക്ക് രേവതിയുടെ ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ കാണുമ്പോൾ അവൾക്ക് വലിയ വിഷമാവാണ്. അവൾ പറയുന്നുണ്ട്, രേവതി എന്തോരം പണിയാണ് ഈ വീട്ടിലെടുത്തുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും പറ്റത്തില്ല ഇങ്ങനെ പണിയെടുക്കാനൊന്നും. എനിക്കൊരു ചായ വെക്കാൻ പോലും എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ശ്രുതി പറയുന്നത് അടുക്കള രേവതിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നൊക്കെയാണ്. അത് അവളുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അത് എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്യണമെന്നുള്ള രീതിയിലാണ് ശ്രുതിയുടെ സംസാരം. ചന്ദ്രയും അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ വല്ലാത്തൊരു കഷ്ടതയിലേക്കാണ് രേവതിയുടെ ജീവിതത്തിൻ്റെ പോക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴും ഒരു ദിവസം ശ്രുതി തൻ്റെ ഭർത്താവിൻ്റെ ഒരു വെള്ള ഡ്രസ്സ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് കഴുകിയിടാനായിട്ട് രേവതിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കിത് അലക്കിയിടാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഭർത്താവിൻ്റെ പിന്നെ മറ്റുള്ളവരുടേതൊക്കെ കുറേ അലക്കാനുണ്ട്. ഇയാളുടെ അലക്കില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അയാൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തു കൊടുക്കില്ല എന്ന്. നീ അയാളുടെ ഭാര്യയല്ലേ, നിനക്ക് ചെയ്തൂടെ എന്ന് രേവതി ശ്രുതിയോട് ചോദിക്കുമ്പോൾ എന്തായി പറയുന്നത്, എനിക്ക് നേരമില്ല, അദ്ദേഹത്തിന് നല്ല ജോലിയുള്ളതല്ലേ, നിന്റെ ഭർത്താവിൻ്റെ പോലെ വണ്ടി ഓടിക്കുന്ന ജോലിയൊന്നുമല്ലല്ലോ, അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ പോകണം, അതുകൊണ്ട് ഇത് എത്രയും വേഗം കഴുകി ഉണക്കണം എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ആവശ്യപ്പെടുമ്പോൾ രേവതി അത് എതിർക്കുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, അപ്പോൾ അതൊന്ന് അലക്കിയിട്ട് കൊടുക്കടി എന്ന് പറയുമ്പോഴും അമ്മ വെറുതെ ഇരിക്കല്ലേ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അമ്മ അലക്കിയിട്ട് കൊടുക്കുക, എനിക്ക് പറ്റില്ല, തൽക്കാലം എനിക്ക് ഒരുപാട് പണി ഇവിടെ വേറെയുണ്ട്, എനിക്ക് ഇതൊക്കെ തന്നെ കുറേയുണ്ട് എന്ന് പറയണം. ആ സമയത്താണ് അവിടേക്ക് വർഷയുടെ ഡ്രസ്സും അതുപോലെ ശ്രീകാന്തിൻ്റെ ഡ്രസ്സുമായിട്ട് വരുന്നത്. എന്നിട്ട് രേവതി ഏട്ടത്തി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ സമയത്ത് രേവതിയുടെ കയ്യിൽ ഒരു ലോഡ് തുണികൾ അലക്കാനുണ്ടായിരിക്കും, ബക്കറ്റിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ വർഷ പറയണം, അയ്യോ ഏട്ടത്തിക്ക് കുറേ തുണികൾ അലക്കാനുണ്ടല്ലേ, എന്നാൽ വേണ്ട, എൻ്റെത് ഞാൻ തന്നെ അലക്കിക്കോളാം, അല്ലെങ്കിൽ പുറത്തെങ്കിലും അലക്കാൻ കൊടുക്കാം എന്നിങ്ങനെ വർഷ പറയുമ്പോൾ രേവതി പറയാണ്, വേണ്ട വർഷ, ഇങ്ങ് തന്നേക്ക്, ഞാൻ അലക്കിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ അവരതൊക്കെ അലക്കുന്നത്, ഞങ്ങളുടേത് മാത്രം എന്താ അലക്കാത്തതെന്ന് പറയുമ്പോൾ നിന്റെ വേണമെങ്കിൽ ഞാൻ അലക്കാം, പക്ഷേ ആ സുധിയുടെ ഞാൻ അലക്കില്ല, അയാളുടെ ഞാൻ അലക്കില്ല, ഇത് അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും ഇവളുടെയും വേണമെങ്കിൽ ഞാൻ അലക്കാം, പക്ഷേ അയാളുടെ മാത്രം ഞാൻ അലക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഡ്രസ്സുകളൊക്കെ വർഷ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ വർഷ തന്നെ പറയാണ്, രേവതി എന്തോരം പണിയായി വീട്ടിലെടുത്തുകൊണ്ടിരിക്കുന്നത്, ഈ വീട്ടിൽ ഇത്രയധികം പണിയെടുക്കുമ്പോൾ പുറത്തായിരുന്നുവെങ്കിൽ രേവതിക്ക് ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ ശമ്പളം കിട്ടിയേനെ, അത്രയധികം പണി നീ ഇവിടെ എടുത്ത് കൂട്ടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് തൻ്റെ റൂമിൽ പോയിട്ട് കുറച്ച് പൈസ എടുത്തുകൊണ്ട് വന്ന് വർഷ രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഒരു 2000 രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇത് ഏട്ടത്തി വെച്ചോ എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇതെന്ന് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഡ്രസ്സുകളും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഏട്ടത്തിയല്ലേ ചെയ്തു തരുന്നത് എന്നും പറഞ്ഞിട്ടാണ് ആ പൈസ കൊടുക്കുന്നത്. സത്യത്തിൽ വർഷയുടെ മനസ്സിലൊന്നുമില്ല ഒരു കുത്തി നോവിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന രീതിയിലൊന്നല്ല അവൾ അങ്ങനെ ചെയ്തത്. അവൾക്ക് രേവതിയുടെ വിഷമങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ, അവളുടെ ആ ഒരു അധ്വാനമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി. അവളുടേതായ ഒരു ആവശ്യത്തിനെങ്കിലും കുറച്ച് പൈസ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊടുത്തത്. പക്ഷെ അത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്
വർഷയ്ക്കും അറിയില്ല. കാരണം അങ്ങനെ വളർന്ന ഒരു കുട്ടിയാണ്. അങ്ങനത്തെ ചിട്ടകളും കാര്യങ്ങളൊന്നും തന്നെ വർഷയ്ക്ക് അറിയില്ല. അപ്പം അങ്ങനെ പൈസ കൊടുക്കുന്നത് മാറി നിന്ന് കാണുന്നുണ്ട്. ആര്? നമ്മുടെ ചന്ദ്രയും ശ്രുതിയും. അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്, കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വേല ചെയ്ത് കഴിഞ്ഞാൽ വേലക്കാരിക്ക് നമ്മൾ പൈസ കൊടുക്കുമല്ലോ, അതുപോലെ വേലക്കാരിക്ക് കൊടുത്തല്ലോ പൈസ എന്നുള്ള രീതിയിൽ അങ്ങനെ വേലക്കാരിയാക്കി ശരിക്കും ആ വീട്ടിൽ വർഷ അത് രേവതിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. ആ പൈസ എന്തായാലും രേവതി വാങ്ങി വെക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി സച്ചി വരുമ്പോൾ രേവതി വലിയ ദേഷ്യത്തിലൊക്കെയാണ്, വലിയ വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തു പറ്റി എന്ന് സച്ചി പലവട്ടം ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ ആദ്യം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്താണ് കാര്യമെന്ന് പറയും. എന്നിട്ട് അപ്പോൾ അവൾ രേവതി അലമാരയിൽ നിന്നും ആ 2000 രൂപ എടുത്തിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതെൻ്റെ ശമ്പളമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ശമ്പളോ? എന്ത് ശമ്പളം? നിനക്ക് അതിനിവിടെ ജോലിയൊന്നുമില്ലല്ലോ, നീ ഇവിടെ അടുക്കള ജോലിയല്ലേ ചെയ്യുന്നത്, തന്നെയല്ല നിന്റെ അമ്മയുടെ കടയിലേക്ക് പൂ കെട്ടിക്കൊടുക്കുന്നത്, അത് നീ ശമ്പളത്തിനൊന്നല്ലല്ലോ ചെയ്യുന്നത്, പിന്നെ നിനക്ക് എവിടെ നിന്നാണ് ശമ്പളം എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന രേവതി പറയുകയാണ്, കണ്ട, നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ജോലിയൊന്നുമില്ല, ഈ വീട്ടിലെ അടുക്കളക്കാരിയാണ്. അതുപോലെ തന്നെയാണ് ഈ വീട്ടിൽ ഉള്ള എല്ലാവരും എന്നെ കാണുന്നത്. ഈ വീട്ടിലൊരു അടുക്കളക്കാരി തന്നെയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെ കണ്ടോട്ടെ, പക്ഷേ എനിക്ക് ശമ്പളം തരുന്ന രീതിയിലേക്ക് എന്നെ കൊണ്ടുപോയി എന്ന് പറയാണ്. ആരാണ് നിനക്ക് ശമ്പളം തന്നത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വർഷയാണ് എനിക്ക് ഈ പൈസ തന്നത്, അവളുടെ ഡ്രസ്സുകൾ കലക്കി കൊടുക്കുന്നതിന് എനിക്ക് ടിപ്പായിട്ട് തന്നതാണെന്ന് പറയുമ്പോഴും അവൾക്ക് പൈസയുടെ കൊഴുപ്പ് കാണിച്ചു തുടങ്ങി. ഇതാ ഞാൻ പറഞ്ഞത്, അവളുടെ സ്വഭാവമൊന്നും തീരെ ശരിയല്ല, അവൾക്ക് പണക്കാരി പെണ്ണിൻ്റെ ആ ഒരു കൊഴുപ്പ് കാണിക്കും. നീയല്ലേ പറഞ്ഞത് അവൾ പാവമാണ്, അവൾ നല്ല കുട്ടിയാണെന്നൊക്കെ നീയല്ലേ പലപ്പോഴും പറയാറ് എന്നൊക്കെ ഇങ്ങനെ രേവതിയെ കുറ്റപ്പെടുത്തി സച്ചി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയാണെങ്കിൽ കരയുന്നുണ്ട്. അങ്ങനെ സച്ചി പറയാണ്, നീ വിഷമിക്കേണ്ട, എന്തായാലും നാളെ നമുക്കത് എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി ചുമരിനോട് ചേർന്ന് ഇങ്ങനെ കാലും നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, ചാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയോട് പറയാണ്, ഇങ്ങോട്ട് നീങ്ങിയിരിക്കുക എൻ്റെ അരികിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ നെഞ്ചിൽ മാറിലങ്ങനെ ചാഞ്ഞു കിടക്കുകയാണ് രേവതിക്ക് നല്ല ക്ഷീണമുണ്ട്. കാരണം രാവിലെ തുടങ്ങി വൈകിട്ട് വരെയും പണിയെടുത്ത് നല്ലോണം അധ്വാനിക്കണതാണ്. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അവൾ അവിടെ കിടന്ന് പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യുകയാണ്. ഇതേ സമയത്താണെങ്കിൽ സച്ചി ഒരു 4 മണിയൊക്കെ ആയി എന്ന് കണ്ടപ്പോൾ വേഗം തന്നെ എന്തോ ഒരു ഉറച്ച തീരുമാനമെടുത്ത പോലെ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് വേഗം പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ രേവതിയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ആ സമയത്ത് ആരോ അവരുടെ വാതിലിൽ മുട്ടുന്ന ഒച്ച കേട്ട് അവർ ഞെട്ടി എഴുന്നേൽക്കാണ്. ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. വാതിൽ തുറന്നു നോക്കുമ്പോൾ സച്ചിയാണ്. എന്താ മോനെ ഈ നേരത്തെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്, എനിക്ക് നിങ്ങളെല്ലാവരും സഹായം വേണം എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ നിങ്ങൾ വേഗം കുളിച്ചൊരുങ്ങി, നമുക്ക് ഒരിടം വരെയും പോകാനുണ്ട് എന്ന് സച്ചി പറയാണ്. അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ ചോദിക്കണം, എവിടേക്കാ മോനെ, എന്താ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ലിസ്റ്റ് എഴുതിയിട്ട് ഒരു കടലാസിൽ കുറേ ഐറ്റംസിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അതൊക്കെ തന്നെ ശരത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്, രേവതിയുടെ സഹോദരൻ്റെ കയ്യിൽ. നിന്നിട്ട് പറയുന്നുണ്ട്, ഇത് എത്രയും വേഗം രാവിലെ ആകുമ്പോഴത്തേനും ഇതിലുള്ള കാര്യങ്ങളൊക്കെ നീ വാങ്ങി എല്ലാം സെറ്റ് ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ വായിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏട്ടാ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം, നീ തൽക്കാലം ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യാം, അപ്പം ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവുവിനെയും അമ്മയെയും കൂട്ടിയിട്ട് അവൻ കാറിൽ അങ്ങനെ പോകുന്നത് വേറെ എവിടേക്കല്ല, പൂ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ വെളുപ്പിന് ചെന്നാലല്ലേ പൂവൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പൂവൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നീട് കാണിക്കുന്നത് സച്ചിയും വരികയാണ്. അപ്പോൾ രേവതി എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ സച്ചി അവിടെ കാണുന്നില്ല. അപ്പോൾ റൂമിൽ കാണാണ്ട് ഇത്ര നേരത്തൂടെ ഓട്ടത്തിന് പോയി, അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, എന്നെ വിളിച്ചതുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ പരിഭവം പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോഴാണ് സച്ചി വരുന്നത്. അപ്പോൾ നിങ്ങളിത് എവിടെ പോയതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി, ഞാനൊരു കാര്യം പറയട്ടെ, ചായ വേണമായിരിക്കില്ലേ, ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം എന്ന് രേവതി പറയുമ്പോൾ ഇത് തന്നെയാണ് നിൻ്റെ കുഴപ്പം, നീ എല്ലാവർക്കും ചായയും ചോറൊക്കെ വെച്ച് കൂട്ടി ഇങ്ങനെ ഇരുന്ന, ഇത് തന്നെയാണ് നിന്നെ എല്ലാവരും വീട്ടിലെ ജോലിക്കാരിയായിട്ട് കാണുന്നത് എന്ന് സച്ചി പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊന്നല്ല, നീ ഒരു കാര്യം ചെയ്ത് ചായ ഒന്നും വെക്കാനൊന്നും നിൽക്കണ്ട, നീ വേഗം തന്നെ കുളിച്ചൊരുങ്ങി ഒരു നല്ലൊരു സാരി കൊടുത്ത് എന്ന് പറയാണ്. എന്താണെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാം, നല്ല ഭംഗിയുള്ളൊരു സാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. സാരിയൊക്കെ അലമാരയിൽ നിന്ന് അവൻ തന്നെ എടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇതെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് കാര്യമെന്ന് വീണ്ടും നമ്മുടെ രേവതി ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം രേവതി, നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണോ, എവിടേക്കെങ്കിലും ഫംഗ്ഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയുന്നില്ല സച്ചി.
അങ്ങനെ ഹാളിലേക്ക് വന്നിട്ട് അവിടെയുള്ള അച്ഛനെയും അമ്മയെയും സുധിയെയും ശ്രുതിയെയും വർഷയെയും അതുപോലെ ശ്രീകാന്തിനെയൊക്കെ വിളിച്ച് വരുത്തുകയാണ്. എല്ലാവരും വായോ, എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഒന്ന് വായോ, ഒരുങ്ങിയിട്ട് ഒന്ന് വായോ, എങ്ങോട്ടാണ് എല്ലാവരും കൂടി വല്ലയിടത്തേക്കും പോവുകയാണോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇവന് പ്രാന്താണ്, നേരം വെളുക്കുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അച്ഛ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്, അച്ഛന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യത്തിനാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും എന്നോട് സഹകരിക്കണം, ഒന്ന് വായോ എല്ലാവരും എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിക്കും ഒന്നും ഒരു താല്പര്യമില്ല ഇതിനോടെങ്കിലും അച്ഛൻ എല്ലാവരോടും ഒരുങ്ങി വരാനൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ രേവതിയും വരികയാണ്. അങ്ങനെ രേവതി വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നത്. നീ വായോ താഴേക്ക് നീ വായോ വീടിൻ്റെ പുറത്തേക്ക് വന്നാൽ മതി, ഗേറ്റിൻ്റെ അവിടേക്ക് വന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്താണെങ്കിൽ അവിടെ രേവതിയുടെ വീടിൻ്റെ അടുത്തുള്ള കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്, പൂ കിട്ടുന്ന കുറേ ചേച്ചിമാർ അവിടെയുണ്ട്. അതുപോലെ രേവതിയുടെ അമ്മ ദേവു, അതുപോലെ നമ്മുടെ ശരത്തും എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ അത് കാണുമ്പോൾ നിങ്ങളൊക്കെ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് രേവതി. അപ്പോൾ സച്ചിമോനാണ് ഞങ്ങളെ രാവിലെ തന്നെ ഇവിടേക്ക് വരാൻ പറഞ്ഞത്, വെളുപ്പിനെ വന്ന് ഞങ്ങളെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വായോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഗേറ്റിൻ്റെ പുറത്ത് മതിലിനോട് ചേർന്ന് ഒരു ടർപ്പായൊക്കെ മൂടിയിട്ടിട്ട് ഒരു സാധനം ഉണ്ടായിരിക്കും, അതിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ വേറൊന്നല്ല, നമ്മുടെ രേവതിയുടെ അമ്മ പൂ കെട്ടുന്ന ഒരു കടയുണ്ടല്ലോ, ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒന്തിക്കൊണ്ട് പോകുന്ന മാതിരത്തെ ഒരു വണ്ടി. ആ വണ്ടിയിൽ കുറേ പൂക്കൾ, ഒരു പൂവിൻ്റെ കടയാണ് ആ വണ്ടിയിൽ. അപ്പോൾ നിറച്ച് പൂമാലയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്, അതുപോലെ നിറച്ച് പൂക്കളുണ്ട്. അത് രേവതിക്ക് വേണ്ടി സച്ചി സർപ്രൈസ് ആയിട്ട് ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പേര് ചന്ദ്രമതി എന്നാണ് അതിൻ്റെ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ പേരാണ് സച്ചി ഇട്ടിട്ടുള്ളത്. അങ്ങനെ അത് കാണുമ്പോൾ രേവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. രേവതി കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയാണ് മോളെ ഞങ്ങളെ സച്ചിമോൻ വന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നേരം വെളുക്കുന്നതിന് മുന്നേ നിനക്കിത് കൊടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ അതിന് കൂട്ടുനിന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ചേച്ചിമാരൊക്കെ തന്നെ ഇത്രയും നല്ല ഭർത്താവിനെ രേവതിക്ക് കിട്ടിയതിൽ അഭിമാനിക്കണം, ഇതുപോലൊരു ഭർത്താവിനെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സച്ചിയെ പുകഴ്ത്തുന്നുണ്ട്. എന്തായാലും ചന്ദ്രയുടെ പേര് വെച്ചത് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. കാരണം ഒരു പെട്ടിക്കടമായിരുന്ന ഒരു കടയ്ക്ക് തൻ്റെ പേരിട്ടതിൽ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് കട. അപ്പോൾ ഉദ്ഘാടനം ചെയ്യിക്കുന്നത് സച്ചി അച്ഛനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ ഒന്നുമല്ല, പകരം ചെയ്യിക്കുന്നത് വർഷയെ കൊണ്ടാണ്. കാരണം വർഷയാണല്ലോ അവൾക്ക് 2000 രൂപ കൊടുത്തത്. കാരണമാണല്ലോ ഇപ്പോൾ ഈ ഒരു കട ഇവിടെ നിലവിൽ വരാൻ കാരണം. അങ്ങനെ വർഷയെ വിളിച്ചു വരുത്തിയിട്ട് വർഷയുടെ കയ്യിൽ കത്രിക കൊടുത്ത് ആ റിബൺ കട്ട് ചെയ്യിക്കുന്നുണ്ട്. വർഷയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങളൊക്കെ, തന്നെ കൊണ്ട് തന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല ഇങ്ങനെ ചെയ്യുന്നതെന്ന് വർഷയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 100 രൂപ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ ആദ്യത്തെ കച്ചവടം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 100 രൂപ അച്ഛൻ്റെ കയ്യിൽ നിന്നും വാങ്ങി അവൾ മുല്ലപ്പൂവൊക്കെ മുറിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മുല്ലപ്പൂ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആ മുല്ലപ്പൂവ് മരുമക്കൾക്കും കൊടുക്കുകയും ചെയ്തു, മറ്റു 2 മരുമക്കൾക്കും കൊടുക്കുകയാണ്. സച്ചിയെയും രേവതിയെയും ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ രേവതിയുടെ അമ്മയും അവരെ അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു കവറിൽ കുറച്ച് പൈസ വെച്ചിട്ട് അത് നേരെ രേവതി 2500 രൂപ കവറിൽ വെച്ചിട്ട് വർഷയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉദ്ഘാടിച്ച ആൾക്ക് പൈസ ഒക്കെ കൊടുക്കില്ലേ, അതുകൊണ്ട് ആ ഒരു മുറ ഞങ്ങളും തെറ്റിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വർഷ ശരിക്കും രേവതിക്ക് 2000 കൊടുത്തെങ്കിൽ അതിൽ നിന്നും 500 രൂപ കൂട്ടി 2500 രൂപ വർഷയ്ക്ക് സച്ചി കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന എല്ലാവർക്കും സന്തോഷമാണ് ഉണ്ടാകുന്നത്. പക്ഷേ വർഷയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, ഇത് ഇങ്ങനെ കൊടുത്തതിന് പ്രതികാരം ചെയ്തതാണ് തന്നോട് എന്നുള്ള കാര്യം വർഷയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ആ ഒരു കട കിട്ടിയതിൽ സച്ചിയും രേവതി ഒരുപാട് സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ഇനി ഇവളെ അങ്ങനെ വീട്ടുജോലിക്കൊന്നും വിടാൻ പറ്റില്ല. ഇവൾക്ക് ഇനി ദിവസേന വേറെ ജോലി ഉണ്ടാകും. അതുകൊണ്ട് ഓരോരുത്തർക്ക് വേണ്ട ഭക്ഷണം ഓരോരുത്തർ ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് സച്ചി. എന്തായാലും വർഷ തൻ്റെ സംശയം പിന്നീട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. ശ്രീകാന്ത് അതിനോട് യോജിക്കാതെ അവളുമായി ദേഷ്യപ്പെടുന്ന ഭാഗമൊക്കെയുണ്ട്. അങ്ങനെ നല്ലൊരു സർപ്രൈസ് തന്നെയാണ് രേവതിക്ക്
സച്ചി കൊടുക്കുന്നത് രേവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാകുന്നു. അങ്ങനെ സ്വയം സമ്പാദിക്കാൻ തുടങ്ങുകയാണ് രേവതി. അങ്ങനെയുള്ള ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.